നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D. ഇതിൻ്റെ കുറേ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് എടുത്ത് കാണുക. പിന്നെ കാണുന്നവരിപ്പോൾ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു, പാവപ്പെട്ടവരിൽ നിന്ന് റിച്ച് ആവുന്നത്. അത് കണ്ടിട്ടില്ലെങ്കിൽ എടുത്ത് യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്ത് കാണുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ബൈക്സിലെ എല്ലാ കാറിൻ്റെ ക്രാഷ് ടെസ്റ്റ് നമ്മൾ നോക്കാൻ പോവുക. ഏത് കാറാണ് നല്ല കാറ് എന്ന് നമ്മൾ ഇന്ന് നോക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്ന നിസ്സാൻ്റെ GT-R. എനിക്കൊന്ന് ഇവിടം തൊട്ട് അവിടെ ഞാൻ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി സ്റ്റഡി സ്റ്റാർട്ട്. നിസ്സാൻ GT-R പറപ്പിച്ച് വിട്ടിട്ട് അവിടെ ചെന്ന് ഇടിക്കുമ്പോൾ എന്തു സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. എന്തായാലും നല്ല ഇതിലൊക്കെ പോട്ടെ. ഇവിടെ കണ്ടായിരുന്നില്ല. എടാ, ഇത്രയും സ്പീഡിലല്ലേ ഞാൻ വന്നിടിച്ചേ? ഇത് പവർ കൂടിയ കാറാണ് കേട്ടോ. ഇത് നിസ്സാൻ GT-R എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം മോനെ. ഒന്നും പറ്റിയില്ല, ഒരു കുന്തവും പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് ഡോറോ ബമ്പറോ ഇളകിപ്പോയില്ല. കൊള്ളാം. നിസ്സാൻ GT-R പൊളിപ്പൻ സാധനം. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നമ്മുടെ മഹീന്ദ്രയുടെ ന്യൂ മോഡൽ താറ് തന്നെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് അവിടെ ചെന്നിട്ട് അവിടുന്ന് തിരിച്ചു വരണം. ആ ഇച്ചിരി മെനക്കേടുള്ള പണി. കുഴപ്പമില്ല. കത്തിച്ച് വിട്ട് അങ്ങ് പോവുക. ഇവിടെ ബ്രേക്ക് പിടിക്കണം, ഇല്ലെങ്കിൽ ക്രാഷ് ടെസ്റ്റ് തന്നെ ഇവിടെ തന്നെ ഇരുന്ന് നോക്കേണ്ടി വരും. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇതുണ്ടല്ലേ, ഈ റെയിൽവേ പാളത്തിൻ്റെ ഈ പാളം, അത് തട്ടി ഈ സാധനം വലിയ സ്പീഡിലൊക്കെ വന്നാൽ തെറിച്ചു പോകും. കണ്ടോ, ഇപ്പം തന്നെ തെറിച്ചു പോയത് നിങ്ങൾ കണ്ടു കാണും. റെഡി സ്റ്റഡി സ്റ്റാർട്ട്. മഹീന്ദ്ര താറും കുഴപ്പം കാണത്തില്ല. ചിലപ്പോൾ ബമ്പറങ്ങൾ ഇളകിപ്പോവും. നേരത്തെയൊക്കെ ഞാൻ വണ്ടിയൊക്കെ കൊണ്ടിട്ട് ഇടിക്കുമായിരുന്നു. അയ്യോ, വളഞ്ഞു പോലേ. ചിലപ്പോൾ ഡോറൊക്കെ തെറിച്ച്. നല്ല വണ്ടി. ഗ്ലാസും പൊട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് തെറിച്ച് പോരും. പൊളിച്ച് നല്ല പണി കിട്ടി. അതിൻ്റെ ഡോറിളകിപ്പോയി. പറഞ്ഞില്ലേ, മിക്കവാറും ഡോറാണെന്ന് എനിക്കറിയാം. പിന്നെന്ത് പറ്റി? ഇന്നൊന്നും പറ്റിയില്ല. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല സേഫ്റ്റി ഉള്ള വണ്ടിയായിരിക്കും. പക്ഷേ ഏറ്റവും സേഫ്റ്റി എനിക്ക് തോന്നുന്നു നിസ്സാൻ GT-R തന്നെ. അതുകൊണ്ട് നിസ്സാൻ GT-Rന് ഒന്നും പറ്റിയില്ല. ഇനിയുള്ള വണ്ടികളും കൂടെ നോക്കിയിട്ടേ പറയാൻ പറ്റൂ. അതിനെ ചെന്നിടിക്കല്ലേ. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു നിസ്സാൻ GT-R പൊളി. ഈ സൂപ്രയൊന്നുമില്ല. MK5 ഇതാണ്ട ഗൈസ്. കണ്ട ഗ്ലാസ് പൊട്ടിയിരിക്കുന്ന കണ്ട ഗൈസ് ഈ വണ്ടിയുടെ. നമ്മുടെ വണ്ടിയുടെ ഡോറ് ചെറുതായിട്ടൊരു പ്രശ്നം. കുഴപ്പമില്ല, നമ്മൾ ഇറങ്ങിയതിൻ്റെയൊക്കെ നമ്മളെ ആ ഡോർ വഴി ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയൊരു പ്രശ്നം. അത് നമ്മൾ ഇറങ്ങിയുണ്ടാ. പക്ഷേ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടി നമ്മൾ തെറിച്ചു പോയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി ഇങ്ങനെ സമയങ്ങളായിരുന്നു. അടുത്ത വണ്ടി വിളിക്കാം. 9090. ഇത് മോഡിഫിക്കേഷൻ ചെയ്ത് മറ്റുള്ള താറാണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്ത ആരും ഇല്ല.
പക്ഷേ എനിക്ക് ഈ താറിൻ്റെ ഫ്രണ്ട് എനിക്കിഷ്ടമില്ല ഗൈസ്. ഒരുമാതിരി വളിപ്പ് ഫ്രണ്ടാണ്. ബാക്ക് കൊള്ളാം. എനിക്ക് ഇപ്പോഴത്തെ മഹീന്ദ്ര താറിൻ്റെ ഫ്രണ്ടും ഇഷ്ടമാണ് ബാക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതിലെ മോഡിഫിക്കേഷൻ ചെയ്ത ഈ താറ് വളരെ എനിക്ക് വണ്ടിയൊക്കെ പൊളിയാ. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് വേറൊരു വണ്ടിയുടെ സാമ്യം പോലെ. അത് ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ ഈ ഇതൊക്കെ റാങ്കളറൊക്കെ ഉണ്ടല്ലോ ജീപ്പിൻ്റെ, അതിൻ്റെയൊക്കെ ഇതാ. മഹീന്ദ്ര താറിന് അതിൻ്റെ ഒരിത് ഇല്ല. നമുക്ക് സമയം കളയാതിരുന്ന് പറപ്പിക്കാം. ഇത് 3ാമത്തെ വണ്ടിയാണ് കേട്ടോ. ഇത് പിന്നെ നല്ല ഇച്ചിരി സ്പീഡും ഉണ്ട്. ഈ സാധനത്തിന് പറന്നാ പോകുന്നു ഈ സാധനം. തെറിച്ചു പോവും. എടാ ഈ താറ് ക്വാളിറ്റി ഇല്ലടാ താറിന്. വേണ്ട, വീണ്ടും അതിൻ്റെ ഗ്ലാസ് വിട്ട് ഞാൻ തെറിച്ചു വീണത്. പക്ഷേ വണ്ടിക്കൊന്നും പറ്റിയില്ല കേട്ടോ. വണ്ടിക്ക് ഒന്നും പറ്റിയില്ല. ഞാൻ ഇവിടെ ഇട്ടിരുന്ന എടാ താറെന്തിയടാ? ഇവിടെ കിടന്ന താറെന്തിയേ? മറ്റേ നമ്മൾ നേരത്തെ ഇടിച്ചിട്ട് തെറിച്ചു വന്ന താറ് അത് കാണുന്നില്ലേ? പോയി. അല്ലേലും അങ്ങനെ. പക്ഷെ നിസ്സാൻ GTR അവിടെ കട്ടപ്പുണ്ട്. ഈ വണ്ടി വർക്ക് ചെയ്താലും ഈ വണ്ടി പോയൊക്കെ ചെയ്യും. കണ്ട് കാര്യമില്ല. വെറുതെ ഒരു രസത്തിന് ഇട്ടേക്കുന്നു, അല്ലാതെ എന്ത്. ഇങ്ങനെ ഇട്ടേക്കാം. താറ് പോയപ്പോൾ ആ വണ്ടിയുടെ സാധനവും ശരിയായി. അത് കൊള്ളാം. ഞാൻ അടുത്ത വണ്ടി എന്തുവാ? ഹമ്മറാ. ഈ അടുത്ത വണ്ടി എന്ന് വെച്ചാൽ ഹമ്മറാണ്. പിക്കപ്പ് കപ്പല്ല, ഹമ്മറാണ് സാധനം. കണ്ട ഇതാണ് നമ്മുടെ ഹമ്മർ. എനിക്കിഷ്ടമില്ല. എനിക്ക് ഈ വലിയ വണ്ടി ഇഷ്ടമില്ല, ഒട്ടും ഇഷ്ടമില്ല. ഇന്നോവ, ഹമ്മറിൻ്റെ മറ്റേ വലിയ സാധനം ഉണ്ടല്ലേ, മറ്റേ ദുബായിലൊക്കെ ഓട്ടിക്കുന്ന ഗോൾഡൻ ചില ഇത് ആൾക്കാരുടെ കയ്യിലിരിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. ഡ്രിഫ്റ്റ് എൻ്റെ മോനെ ആണ് നൈസ്. അവിടെ ഒരു ചേച്ചി പോകണ്ടായിരുന്നു. ചേച്ചിയെ ഇടിച്ചിട്ട് കൊള്ളാം. വണ്ടിക്കൊന്നും പറ്റാതെ എടുത്തുകൊണ്ട് പോകേണ്ടുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി എന്തെങ്കിലും പറ്റിയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. റെഡി സ്റ്റഡി സ്റ്റാർട്ട്. ഇതിന് അത്യാവശ്യം സ്പീഡ് കാണും, എനിക്ക് തോന്നുന്ന സ്പീഡ് കാണും. അമ്മറല്ലേ. പഴങ്ങ് എത്തത്തില്ലെന്ന് എത്തി ഇടിച്ചു. ഓടാ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൽ 2 വണ്ടിയാണ് ഇതുവരെ നല്ലതായിട്ട് തോന്നുന്നത്. ഒന്ന് നിസാൻ്റെ GTR, പിന്നെ 2 ഈ സാധനം എന്തിൻ്റെ ഹമ്മർ. നിസാൻ GTRനെ കൊണ്ട് ഇടിക്കല്ലേ. അതാണെങ്കിൽ അതിനൊന്നും പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് തെറിച്ച് പോയോ അതും ഇല്ല. നല്ല ആറ് കേട്ടോ ഹമ്മർ. ഞാൻ ഇതധികം ഒന്നും ഓട്ടിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെയുള്ള വണ്ടിയോട് അത്രയ്ക്കില്ല. ഈ വണ്ടിയുടെ ഡോറ് ഓട്ടിച്ചതിൻ്റെ കുഴപ്പം, ഓട്ടിച്ച് നമ്മൾ ഇടിച്ചപ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നില്ല, താറും കൊണ്ട് ഒന്ന് ഇടിച്ച് കയറ്റിയായിരുന്നു. അപ്പം പണി കിട്ടിയതാണ്. ഇപ്പം ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബൊലേറോ 880 അല്ലേ, അങ്ങനെ കണ്ട എൻ്റെ കോഡ്. അയ്യോ എടാ, വീണ്ടും ഹമ്മർ. എന്തേലും ശരി, നമുക്ക് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടുന്ന് ബൊലേറോ വിളിച്ച്. എന്ത് കഷ്ടപ്പാടേ.
എന്താ മോനെ ഒരു ടെസ്റ്റ് നോക്കാം ഹമ്മറിന് പവർ ഉണ്ടോ എന്ന് നമുക്കിപ്പം നോക്കാം. ചക്കരക്കുളം ചട്ടു നോക്കി കാട്ടുക്കമാനമാ എന്തുവാ ബൊലേറോയുടെ കോഡ് ഞാൻ മറന്നു പോയി. 3100 എങ്ങാണ്ടായിരുന്നേ. നോക്കട്ടെ. 31 എന്താ കുഴപ്പം. അതിന് മുമ്പ് കോളങ്ങ് അടിച്ച് കയറിപ്പോവും. 100 അടിക്കുന്നു. വന്നു. നമുക്കിതിൻ്റെ ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൻ്റെ എൻജിൻ ഓണാക്കുന്നു, ഫോർവേഡ് കൊടുക്കുന്നു. അപ്പോൾ ട്രെയിൻ ഇതാ പോകുന്നു. ട്രെയിൻ പോകുമ്പോൾ നമ്മൾ ഹമ്മർ ഇവിടെ വെച്ചേക്കുന്നു. ഹമ്മർ ഇടിച്ച് തെറിപ്പിച്ചോണ്ട് പോകുന്നറേ. എടാ എത്ര രൂപ വിലയുള്ള സാധനമാണെന്നറിയാവോ അത്? ഹമ്മറിന് എന്താണ്ട് പറ്റി കേട്ടോ. ഹമ്മറിനെന്തോ സീരടാ. ഹമ്മർ പിടിച്ച് ഹമ്മറിൻ്റെ ഡോറങ്ങാണ്ട് ഇളകിപ്പോയി കേട്ടോ. ഹമ്മറിൻ്റെ ഡോറ് അതോ കിടക്കും. ബൊലേറോ സെറ്റ് സൗണ്ട് കേട്ടോ, എനിക്കിഷ്ടമല്ല. നമുക്ക് പറത്ത് വിടാം. അയ്യോ നമുക്ക് നിങ്ങൾ കളിക്കും. മഹീന്ദ്രയുടെ എല്ലാ കാർസും ഇതാന്ന് തോന്നുന്നു. ഇങ്ങനെ തെറിക്കും. താറ് തെറിച്ച്, 2 താറും തെറിച്ച്, ഇപ്പം ബൊലേറോവും തെറിച്ച്. എന്ത് കഷ്ടമായത്. പക്ഷെ ബൊലേറോയ്ക്കൊന്നും പറ്റിയില്ല. അത് നല്ല ബൊലേറോയുടെ ഗ്ലാസ് പൊട്ടി. പിന്നെ വണ്ടിയുടെ ഡോറ് ചെറുതായിട്ട് നമ്മുടെ ഇതില്ലേ. പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗെയിമിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് കളിക്കാൻ അതിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അതിൻ്റെ പേരടിച്ചിട്ടാൽ മതി. അതിന് ഏറ്റവും കൂടുതൽ ഏത് ഗെയിമാണ് പറയുന്നത് അത് ഞാൻ എന്തായാലും ചിലപ്പോൾ എടുക്കും. പിന്നെ കൊള്ളാം. എന്നിട്ടും ഇതിനൊന്നും പറ്റിയില്ല. അപ്പോൾ ബൊലേറോ ഹമ്മർ ബൊലേറോ അത്ര നല്ലതല്ല. മഹീന്ദ്രയുടെ കാറൊക്കെ ഒരു കുഴപ്പമില്ല. മഹീന്ദ്രയുടെ കാറിനൊന്നും ബോഡിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ തെറിച്ചു പോവും, വണ്ടിയിൽ നിന്ന് തെറിച്ചു പോവും. അല്ലാതെ വേറൊരു കാര്യം എനിക്ക് പറയാനില്ല. ഇനി നമ്മുടെ സ്വന്തം സൂപ്ര MK5 വണ്ടി തിരിച്ചാണ് വന്നത്. അപ്പുറത്ത് നിന്നായിരുന്നു എടുക്കണ്ട. കുഴപ്പമില്ല, നമുക്ക് വളച്ചെടുത്തിട്ട് പറത്തിട്ട് പോവാം. ഇതിന് അത്യാവശ്യം നല്ല സ്പീഡുള്ള വണ്ടിയാണ്, അതുകൊണ്ട് പേടിക്കേ വേണ്ട. അതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് തന്നെ കേട്ടാ. നിസാൻ GTRൻ്റെ അത്രയൊന്നും വരത്തില്ല, എങ്കിലും നല്ലൊരു വണ്ടിയാണ്. BMW ഏതൊരു മോഡലുണ്ട്, അതിന് പകരം ടൊയോട്ട ഇറക്കിയ കാറാണ്. കൊള്ളാം, പറക്കും. നിസാൻ GTR ഇതോടെ തെറിച്ചില്ല. ചേടാ ഭയങ്കര. ഡിക്കിയൊക്കെ തെറിച്ച് വരുന്നുണ്ട്. ഡോറൊക്കെ തുറന്ന് എൻജിൻ്റെ കവറ് ആ സാധനം പോയി.
നമുക്ക് ഈ വണ്ടി എന്തായാലും അവിടെ കൊണ്ടിട്ടേച്ചിട്ട് ഈ വണ്ടിയുടെ കാര്യത്തിൽ അപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കും. യോ എന്തോ ഇത് പെട്ടോ? അയ്യോ ഈ വണ്ടി എന്തുവാ, കൺട്രോളും കിട്ടുന്നില്ല. ഇത് എന്ത് പാട്ട വണ്ടി, ഇതെടുക്കണ്ടായിരുന്നു. ഇന്ന് എല്ലാ കാറിൻ്റെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കുറേ നേരമായി എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട്. ഇപ്പം എന്തായാലും ഒരു 2 ഫോർഡ് മസ്താങ്ങും ഫെറാറിയും കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 എന്നെങ്കിലും ഞാൻ ഇട്ടിരിക്കും. പറത്ത് കിട്ടോ പറ്റുമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഇടാം. അതുകൊണ്ട് സുബ്രയുടെ ബോഡിയൊക്കെ അവിടെ കുഴപ്പമുണ്ടായിരുന്നു. ആണ്ട എൻജിൻ്റെ കവറ് തെറിച്ച്. ചേടാ ഫെറാറി സീന്. എൻ്റെ മോനെ, ഫെറാറി പെവറ് സാധനം കേട്ടോ. ഫ്രണ്ടിലെ ബമ്പർ അതൊക്കെ തെറിച്ചു പോയി. എങ്കിലും അത് എന്തുവാ കാണിച്ചേ, അത് കറങ്ങി വന്നു. ഒന്നും പറയാനില്ല, പൊളി. ആരെയൊക്കെ ചെന്ന് ഇടിക്കുവാ ഞാൻ. എന്തുവാ ഇത്? എൻ്റെ വണ്ടിയുടെ ബോഡിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ വണ്ടി ഇത് സൂപ്പറായി പോയിരിക്കും. ഈ 2 വണ്ടി നമുക്ക് വേണ്ട. ഫോർഡ് മസ്താങ് കൂടെ എടുത്തിട്ട് ഇതിനെ 2നെയും സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിച്ച് കളയാം. ഇല്ലെങ്കിൽ നമുക്ക് മതി. ഇത്രയൊക്കെ മതി. ഇനി 8123 ആണ് ഫോർഡ് മസ്താങ്ങിൻ്റെ കോഡ്. 8123. വാ എൻ്റെ മോനെ, കിണ്ണം സാധനം. ഇതിന് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ഏതോ ഒരു വണ്ടിയുടെ നമ്മളെത്തിയ ക്രാഷ് ടെസ്റ്റിലെ ഏതാ വണ്ടിന്നൊന്നും അറിയത്തില്ല. ഏതോ ഒരു വണ്ടിയുടെ ബോഡി അതാ കിടക്കുന്നു. എൻ്റെ മോനടാവേ, നമ്മൾ അവിടെ ആണെങ്കിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയത്. നമ്മൾ ഇവിടെ വന്നാ നിർത്തിയേ. എടാ അവിടെ സാധനം. പക്ഷെ നമ്മൾ ഇവിടം വരെ വന്നെന്ന്. ഇതെന്ത് വണ്ടി ഇത്? ഇത് 3 ഒട്ടും കൊള്ളത്തില്ല. ഒട്ടും കൊള്ളത്തില്ല. എനിക്കതേ പറയാനുള്ളൂ. കാരണം ഇത് എന്തുവാ ഈ കാണിക്കുന്ന ഈ പാട്ട വണ്ടികൾ? ഫെറാറി എന്നൊക്കെ പറഞ്ഞ് അത് ചാടിയൊക്കെ പോയേ. ഇനി നമുക്കൊരു എൻഡേവർ ഉണ്ടല്ലേ, 20 അടിക്കുമ്പോൾ വരുന്ന. അയ്യോ 202. നമുക്ക് കയറിയൊക്കെ എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ, ഇല്ലെങ്കിൽ ഈ വണ്ടി കൂടെ പൊട്ടിത്തെറിച്ചാൽ നമ്മൾ ചത്ത്.
യാ മോണെ എൻഡേവർ का പവർ പടക്കം പൊട്ടി ഗൈസ്, പടക്കം 3 വണ്ടിയും പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഗൈസ്. നമുക്കപ്പോൾ പറത്തി വിട്ടങ്ങോട്ട് പോകാം. എൻ്റെ ബാക്ക് എനിക്കിഷ്ടമാണ്, പക്ഷേ ഫ്രണ്ട് എന്ത് വണ്ടിയിൽ ഞാൻ. പക്ഷേ കൂടുതലും ഫാൻസ് ഉള്ളത് എന്ത് മറിമായം, ഇതെന്തുകൂടെ ഡോറൊക്കെ പറന്നൊന്ന് കാന്തവോ, എല്ലാം പോയി. ഇത് വെച്ച് ക്രാഷ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനതിൽ ഇടിച്ചു പോലും ഇല്ല, തെറിച്ചങ്ങ് പോയി. ഞാൻ അവിടെ എത്തിയിട്ട് പറന്നങ്ങ് പോവായിരുന്നു. എന്തുവാ സംഭവിച്ചെന്നാലും ഈ വണ്ടിയുടെ സർവ്വസാധനവും പൊളിഞ്ഞുപോയി. അതാണ് എനിക്കിഷ്ടപ്പെട്ട കാര്യം. ആഹാ, ഡിഗ്ഗി എന്തൂടെ മറ്റേ കറുത്ത നമ്പർ പ്ലേറ്റ്. നല്ല ഡിക്കിയിലും കൂടെ ഒരെണ്ണമെന്ന് വെച്ചേക്കാം. പോലീസുകാരൊന്നും പിടിക്കട്ടു. എൻ്റെ വണ്ടി അല്ലല്ലോ, നമ്മളെ വിളിച്ചു വരുത്തിയൊരു വണ്ടി. ഇതങ്ങ് പൊട്ടിച്ച് കളയും. 1000 1001 ലെജൻഡർ ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറാണ് ഗൈസ് ഈ വന്നിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ആ വണ്ടി പൊട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു. ഈ വണ്ടിക്ക് സാരമായ പ്രശ്നം ഒന്നും പറ്റത്തില്ലായിരിക്കും. കാരണം ഈ വണ്ടി ടൊയോട്ടയുടെ ആണ്. ടൊയോട്ടയുടെയൊക്കെ നല്ല വണ്ടികളാണ്, നല്ല ക്വാളിറ്റി. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ റോൾസ് റോയ്സ് ആണ് ഒറിജിനലി. പക്ഷെ ഇതിലെന്തുവാ പരിപാടി, ഒന്നും പറ്റിയില്ലടേ. എടാ സീന്, ഒന്നും പറ്റിയില്ല. ഡോറിനാട്ടം ഉണ്ടല്ലോ, ഡിക്കി തുറന്നു വന്ന്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇടിച്ചൊക്കെ ഇളക്കിയേ പറ്റൂ. കേറുന്നില്ല, കേറണ്ട, ഞാൻ കേറുന്നില്ലായിരുന്നു. യോ എന്തേലും ആവട്ടെ. ഇപ്പൊ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. ശരി മോനെ, ഇങ്ങനെയുള്ളൊരു ലെജൻഡർ ടൊയോട്ടയുടെ കമ്പനി പോലും കണ്ടിട്ടില്ലായിരുന്നു. അണ്ടേ RGS എന്ന് പറഞ്ഞ സിമ്പിൾ ഇപ്പോഴും കിടപ്പുണ്ട് ഡിക്കിയിൽ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിത്തെറിപ്പിക്കുക മതി. അങ്ങോട്ടല്ലേ പോണ്ടേ, അതിൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോകാൻ പോകുമ്പോൾ എന്നിട്ട് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് അത് പൊട്ടിത്തെറിച്ച്. ഇനി നമ്മൾ അതിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നമ്മൾ കളറ് മാറ്റുന്നതുണ്ടല്ലോ, അതിൽ കളറ് മാറ്റിയതാ. ഇത് കണ്ട, കത്തിയായാലും അതിന് കളറ് മാറും. ഇപ്പോൾ RGB ഇട്ടെന്ന് വിചാരിച്ചു, RGB ഇത് കളറ് കിടക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ നമുക്ക് കയറാൻ മാത്രം പറ്റത്തില്ല. എൻ്റെ കാറ് പോയി. എന്തുകൂടെ ട്രെയിൻ തിരിച്ചു പോന്നു.
ട്രെയിൻ ഈ ലോകം ഒന്ന് ചുറ്റിക്കറങ്ങും എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ഓൾഡ് ഫോർച്യൂണറും കൂടെ വിളിച്ചിട്ട് നമ്മുടെ വീഡിയോ നിർത്താം. കാരണം ട്രെയിനാണെങ്കിൽ എന്നിട്ട് തിരിച്ചും ലോകം ഇതിനധികമൊന്നും ഇല്ല. കാരണം ഈ വണ്ടി ഒരുമാതിരി പേട്ട വണ്ടിയാണ്. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയാണിത്. എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം തന്നെ ഇതിൻ്റെ ലെവലും കാര്യങ്ങളും ഒക്കെ ചരിഞ്ഞും പിരിഞ്ഞും ഒക്കെ പോയി. കൊള്ളാം. അത് സംഭവം അത്രയും സ്പീഡ് കിട്ടിയില്ല. ഇപ്പം ഞാൻ തെറിപ്പിക്കുക കാണിക്കാം. ഇപ്പം ഞാൻ വണ്ടിയുടെ ബോഡി ഞാൻ എവിടെ നിന്നില്ലാതെ കൊണ്ടിട്ടിടിക്കും. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലേ. ഈ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. എന്നിട്ട് അവിടെ വെച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ വണ്ടിയുടെ ഡിക്കിയൊക്കെ നിസാൻ ജിറ്റിആർ അവിടെ കിടക്കുമായിരുന്നു. ഇത് തേച്ച് നിസാൻ ജിറ്റിആർ എടുത്തുകൊണ്ട് വരും. അതാണ് പെട്രോൾ പമ്പ് എത്തി ഗൈസ്. പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് വണ്ടി കൊണ്ടിടാം. പെട്രോൾ ഒഴിച്ച് പെട്ടെന്ന് പെട്രോൾ അടിക്കുന്ന ആളും ഇല്ല, ഒരു കുന്തവും ഇല്ല. അങ്ങനെയൊക്കെ പുതിയ അപ്ഡേഷനിൽ വരണം. എന്തൊരു സൗണ്ട് ഇടിച്ചതിൻ്റെ ആയിരിക്കും. പെട്ടെന്ന് എത്തിയാൽ പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ കഴിയും. എന്നിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണും. ചിലപ്പോൾ നാളെ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. ഒരു പ്രശ്നം, ഒരു കാര്യവും പൊളിയരുത്. പൊളിഞ്ഞാൽ ഇടി കിട്ടും. നമുക്ക് സൈഡിൽ കൂടെ പോവാം. അപ്പോൾ വണ്ടിയെ ചെന്നിടിക്കത്തില്ല. അങ്ങനെയല്ല, വണ്ടിക്കൊന്നും പറ്റില്ലല്ലോ. ചിലപ്പോൾ വേറെ ചിലവന്മാരുണ്ട്, വണ്ടി ഓടിക്കാത്ത അറിയാത്തവന്മാർ കൊണ്ടുവന്ന് കാണ്ട ഇവന്മാരെയൊക്കെ ചിലവന്മാരൊക്കെ ഉണ്ട്. ഓടിയും കോയിനസും ലംബോർഗിനിയൊക്കെ ബുഗാട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അയ്യോ വഴി തെറ്റി. ഇങ്ങനല്ല കയറേണ്ടത്, ഇങ്ങനെ കയറിക്കൂടാ. ഇങ്ങനെ വളയ്ക്കുന്നു. സ്വിമ്മിംഗ് പൂളിൽ കയറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ 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 വന്നിട്ട് കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യുന്നു. വണ്ടി ഇവിടെ ഇങ്ങനെയല്ല കിടന്നേ, വണ്ടി ഇച്ചിരി മൂലയ്ക്കായിട്ടാണ് കിടന്നേ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ വന്നപ്പോഴേ രാത്രിയായി. നമ്മളെ നോക്കിയിരുന്നൊന്നും ഒന്നല്ലേ കള്ളന്മാർ. ലൈറ്റൊക്കെ കത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ ഫാൻ ഇട്ടിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. അടുത്ത വീഡിയോ ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റിൻ്റെ പാർട്ട് 2 ആയിരിക്കും. അതിൽ ബാക്കി വണ്ടിയൊക്കെ ഞാൻ മൊത്തം എടുത്തിരിക്കും. അപ്പോൾ ബൈ ബൈ ഗൈസ്.